യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട മോളച്ച, നമ്മുടെ ഹെഡ് മിസ്ട്രസ് ശ്രീമതി റിജി ജോഷി, ഏറ്റവും പ്രിയപ്പെട്ട മുൻ ഹെഡ് മാസ്റ്ററും KCCയുടെ മുൻ മേഖലാ പ്രസിഡൻറ്റും, എനിക്ക് തോന്നുന്നു പത്രപ്രവർത്തനോടെ ഉണ്ടായിരുന്നു, പത്രപ്രവർത്തകനുമായ ഷാജു മോശാരി പറമ്പിൽ, നമ്മുടെ PTA പ്രതിനിധികൾ, പ്രിയപ്പെട്ട ജൂബി ജിൻറ്റു, ഇവിടെ സ്വാഗതം പറഞ്ഞ വ്യക്തി ഉൾപ്പെടെയുള്ള സ്മിത, ശ്രേയ, അതുപോലെ സിസ്റ്റർ കരോളിൻ, ഇന്നിവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന മറ്റ് പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, ഈശോയുടെ വാത്സല്യമുള്ള കുഞ്ഞു മക്കളെ, പഴയ നിയമത്തിൽ ഏറ്റവും ശക്തനായ ഒരു പ്രവാചകനുണ്ട്. നിങ്ങൾക്കറിയാം ആരാണെന്ന്. ഏലിയാണ്. ഏലിയ സത്യ ദൈവത്തിൽ നിന്ന് അകന്നുപോയ, അല്ലെങ്കിൽ അതിനെതിരായിട്ട് പ്രബോധിപ്പിച്ചിരുന്ന ബാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുകയാണ്. വെല്ലുവിളി പ്രകാരമായിരുന്നു: രണ്ടു കൂട്ടരും ദൈവത്തിന് ബലി അർപ്പിക്കുക. ആരുടെ ബലിയാണോ അഗ്നി ഇറങ്ങി ദഹിപ്പിക്കുന്നത് അവരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം. എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാം. ആഹാബ് രാജാവിൻ്റെ സാന്നിധ്യത്തിലാണ് ആദ്യം ബാലിൻ്റെ പ്രവാചകന്മാർ ബലിപീഠം ഒരുക്കി, ബലിവസ്തുക്കൾ ഒരുക്കി. അതിനുശേഷം ബാൽദേവനെ വിളിച്ച് പകലന്തിയോളം പ്രാർത്ഥിച്ചൊന്നും സംഭവിച്ചില്ല. ഏലിയായുടെ ഊഴമായി അദ്ദേഹം എന്താ ചെയ്തത്? ബലിപീഠം സജ്ജമാക്കി, ബലിവസ്തുക്കൾ ഒരുക്കി. ഒന്നല്ല, രണ്ടല്ല, 3 ആവർത്തി കുടം നിറയെ വെള്ളമെടുത്ത് ബലിവസ്തുക്കളുടെ മേൽ ഒഴിച്ചു. ബലിപീഠത്തിൻ്റെ ചുറ്റുമുള്ള ചാലുകളിൽ പോലും വെള്ളം നിറഞ്ഞു. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു: ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി ദഹിപ്പിക്കണമേ, സത്യദൈവമായ അങ്ങയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ എന്ന്. ഞൊടിയിടയിൽ ബലിവസ്തുക്കൾ ദഹിപ്പിക്കപ്പെട്ടു. ചാലിലെ വെള്ളം കൂടി വറ്റി വരണ്ട് ഇല്ലാതായി. ബാലിൻ്റെ പ്രവാചകന്മാർ തോറ്റമ്പി. അവരെല്ലാം പറഞ്ഞതുപോലെ വകവരുത്തി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അഹാബിൻ്റെ ഭാര്യ ജസബല് ഒരു ഭീഷണി മുഴക്കി ദൈവത്തിൻ്റെ പ്രവാചകനെതിരെ. നാളെ ഉച്ചയ്ക്ക് മുൻപ് ബാലിൻ്റെ പ്രവാചകന്മാർക്ക് സംഭവിച്ച അതേ ഗതി തന്നെ ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏലിയായ്ക്കും സംഭവിക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ കഴുത്തിൻ്റെ മുകളിൽ തലയുണ്ടാവുകയില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ധീരനായ ഏലിയ പേടിച്ചരണ്ട് വരണ്ടോടുകയാണ്. ഓടി ഓടി ക്ഷീണിച്ച് തളർന്ന് ഉറങ്ങുമ്പോൾ ദൈവം അവനെ വിളിച്ചു. അവനോട് പറഞ്ഞു: നീ ക്ഷീണിതനാണ്, നീ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചു. ഒറ്റ ശ്വാസത്തിൽ അവൻ ഉത്തരം പറഞ്ഞു: ഇസ്രായേലിൽ കൊള്ളാവുന്നിട്ട് ആരുമില്ല, എല്ലാവരും ബാലിൻ്റെ പുറകെ പോയിരിക്കുന്നു, കഷ്ടിച്ച് ഞാൻ മാത്രമുണ്ട്, എന്നെ കൊല്ലുമെന്ന് ജസബൽ ഭീഷണി മുഴക്കി. ഞാൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അതാണ് സംഭവിച്ചത്. എൻ്റെ തുടക്കം വളരെ ശ്രദ്ധേയമാണ്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ കുറിച്ചുള്ള തീഷ്ണത ഞാൻ എൻ്റെ ഹൃദയം ജ്വലിക്കുകയാണെന്ന് അവൻ ആദ്യം പറയുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നത്, ഇസ്രായേലിൽ കൊള്ളാവുന്നവരായിട്ട് ആരുമില്ല, ഒരുവൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റിപ്പോയിരിക്കുന്നു. തമ്പുരാനോട് പറയുകയാണ്: നീ അപ്പവും വെള്ളവും കൊടുത്ത് ഭക്ഷിക്കാൻ. അവിടെ ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് വേണ്ടത്ര അപ്പവും വെള്ളവും കഴിച്ചു. എന്നിട്ട് വീണ്ടും അവിടെ കിടന്ന് ഉറങ്ങി. ചില അവസരങ്ങളിൽ ചില ആളുകളുടെ മടി വലിയ ദുരന്തത്തിന് കാരണമാകും. ഉണ്ണണമെന്നും ഉടുക്കണമെന്നും പെണ്ണുങ്ങളോട് കിടങ്ങണമെന്നും കണ്ണിൽ കണ്ട ജനങ്ങളെയെല്ലാം പള്ളു പറഞ്ഞ് നടക്കണമെന്നും. എന്നിട്ട് എഴുന്നേറ്റപ്പോഴേ അവൻ പറയുന്നത് അവൻ്റെ വലിയ ഗുണവധികാരമാണ്. എന്നിട്ട് മറ്റുള്ളവരെ ചീത്ത വിളിക്കുകയാണ്. വീണ്ടും കർത്താവ് അത് തന്നെ ചെയ്തു. വീണ്ടും ഉണർത്തിയപ്പോൾ അവൻ ഇത് തന്നെ പറഞ്ഞു. അപ്പവും വെള്ളവും കൊടുത്തു. എന്നിട്ട് ദൈവം പറഞ്ഞു: പോടാ, തിരിച്ചു പോകും. ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ അവിടെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. നോക്കുക, ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ മരണത്തെ പേടിച്ച പ്രവാചകനാണ് ഏലിയ. എന്നാൽ
പ്രേക്ഷിത തീഷ്ണതയാൽ ജ്വലിച്ച് ഭാരതത്തിൽ വന്ന നമ്മുടെ വത്സല പിതാവായ തോമാശ്ലീഹ കർത്താവിന്റെ കൂടെ ആയിരുന്നപ്പോഴും അതിനുശേഷവും ധീരതയോടെ കർത്താവിന് വേണ്ടി സ്വയം സമർപ്പിച്ച വ്യക്തിത്വമാണ്. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, ശിഷ്യന്മാർ ഭയം നിമിത്തം കതകടച്ചിരിക്കെ ഈശോ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാശ്ലീഹ അവിടെയില്ല. എന്തുകൊണ്ടാണ് അവനവിടെ ഇല്ലാതിരുന്നത്? രണ്ടുത്തരം നമുക്ക് പറയാം. ഒന്ന്, ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ സ്ത്രീകളിൽ ചിലർ പറഞ്ഞു അവൻ ഉത്ഥാനം ചെയ്തു. ഒരു ഗവേഷണം നടത്തി കബറിടത്തിങ്കൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കുകയോ കണ്ടെത്തുകയോ ചെയ്യുന്നതിന് വേണ്ടി പുറപ്പെട്ടതായിരിക്കാം. അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം വാങ്ങിക്കുന്നവരോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ പോയതായിരിക്കാം. ഒരു കാര്യം ഉറപ്പാണ്, ഭയം നിമിത്തം കതകടച്ചിരുന്നവരുടെ കൂട്ടത്തിൽ അവൻ ഉണ്ടായിരുന്നില്ല. അവരുടെ കൂടെ ആയിരുന്നപ്പോഴും നമുക്കറിയാം 7 അടയാളങ്ങളാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. 7 പൂർണ്ണസംഖ്യയാണ്. ഈശോയിൽ പൂർണ്ണ രക്ഷ എന്നതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ അവസാനത്തെ അടയാളമായ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് വേണ്ടി യൂദായിലേക്ക് പോകുന്നതിന്, ബെഥാനിയയിലേക്ക് പോകുന്നതിന് കർത്താവ് ഒരുങ്ങിയപ്പോൾ നിരുത്സാഹപ്പെടുത്തുകയും കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് എറിയാൻ കല്ല് കയ്യിലെടുത്തു യൂദന്മാർ. ഇപ്രാവശ്യം ജീവൻ അപകടത്തിലാണ്, പോകരുതെന്ന് വിലക്കിയപ്പോൾ നമുക്കറിയാം തോമാശ്ലീഹായാണ് പറഞ്ഞത്, ലെറ്റ് us go to die with him. നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം, അവനോടൊപ്പം പോകാം. മരിക്കാൻ ഞാൻ ഒരുക്കമാ നിനക്ക് വേണ്ടി. എപ്പോഴാണ് ഒരു മനുഷ്യൻ അത് പറയുന്നത്? തൻ്റെ ജീവനേക്കാൾ അധികമായി വേറൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോഴാണ്. നോക്കിക്കേ, എലിയായിൽ നിന്ന് വ്യത്യസ്തമായൊരു മുഖമാണ് തോമാശ്ലീഹായ്ക്ക് അത് പറയാൻ എവിടെ നിന്ന് ശക്തി കിട്ടി? എവിടെ നിന്ന് ധീരത കിട്ടി? ധീരത കിട്ടിയത് ഉന്നതത്തിന്റെ ശക്തിയാണ്. നമ്മളിന്ന് വചനത്തിൽ ചിന്തിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞാണ് അദ്ദേഹം ഭാരതത്തിലേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ ആഗമനത്തെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതിൻ്റെ സോഴ്സസ്, ഉറവിടങ്ങൾ നിങ്ങൾക്കറിയാമോ? അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 ഇടങ്ങളിൽ കണ്ടെത്തുന്നത് കൂടാതെ തോമാശ്ലീഹായെ കുറിച്ച് നമ്മൾ അറിയുന്ന ഉറവിടങ്ങൾ ഏതൊക്കെയാണ് അറിയാമോ? പുരാതന പാട്ടുകളൊന്ന്. ഏതൊക്കെയാണ് പുരാതന പാട്ടുകൾ? റമ്പാൻ പാട്ട്, പിന്നെ നിങ്ങൾ ഡാൻസ് കളിക്കുന്നൊരു പാട്ടുണ്ടല്ലോ, മാർഗംകളിപ്പാട്ട്, പിന്നെ വീരടിയാൻ പാട്ട്. ഈ 3 പാട്ടുകൾ. പിന്നെ ഒരു അപ്പോക്രിഫൽ ഗ്രന്ഥം ഉണ്ടല്ലോ, ആക്ട്സ് ഓഫ് യൂദാസ് തോമയുടെ നടപടികൾ. ഇതെല്ലാം തോമായുടെ ചരിതം നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. റമ്പാൻ പാട്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അറിവിൻ പറവൻ മിശിഹാക്കാലം 50 തരുവം രാശിയതിൽ. അതെ, അറബയായിൽ കപ്പൽ കയറി മാലിങ്കരയിൽ എത്തിയതാ AD 50. നമുക്കറിയാം, ഇന്ന് കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുമ്പോൾ 2 യാത്രയാണ്. ആദ്യം വടക്കേ ഇന്ത്യയിലേക്ക് വന്നു, പക്ഷേ AD 45 ആയിരിക്കും. ഗുജറാത്തിന് ബറൂച്ചിയിൽ, അവിടെ വടക്കേ ഇന്ത്യയിൽ സുവിശേഷ പ്രഘോഷണം നടത്തി. അതിങ്ങനെ ഭാരതം ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്, നാട്ടുരാജ്യങ്ങളാണ്. അതിനിടയ്ക്ക് ചൈനയിൽ പോയി. നമുക്കറിയാം, ഇതെല്ലാം ഒന്നിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ പോയി പ്രഘോഷണം നടത്തി. അതിനുശേഷം വീണ്ടും ദക്ഷിണ കേരളത്തിലേക്ക് വന്നു. അറബയായിൽ കപ്പൽ കയറി മാലിങ്കരയിലെത്തിയത അറിവ് പറഞ്ഞു തരുന്ന ഉറവിടമനുസരിച്ച് അറിവിൻ പറവൻ മിശിഹാക്കാലം 50 തരുവം രാശിയതിൽ. എന്നിട്ട് എന്താ ചെയ്തേ? അതിശയകൃതിയാൽ 8 ദിനം കൊണ്ട് അവിടെ മാർഗം സ്ഥാപിച്ചു. സഭ സ്ഥാപിച്ച 8 ദിവസം കൊണ്ടാണ്. എങ്ങനെ 8 ദിവസം കൊണ്ട് സഭ സ്ഥാപിച്ചത്? 8 ദിവസം കൊണ്ട് സഭ സ്ഥാപിച്ചത് അതിശയകൃതിയാൽ, അത്ഭുതകൃതിയാൽ. നമുക്കറിയാം, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമുള്ളപ്പോൾ വചനം പ്രഘോഷിക്കുക മാത്രമല്ല, വചനം പ്രവർത്തനനിരതമാവുകയാണ്, വചനത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ്. മറുപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മറുപടി 19:12. ഈ വചനം നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്.
പൗലോസിന്റെ ദേഹസ്പർശമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും രോഗിയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിച്ചു. പത്രോസും യോഹന്നാനും നടന്നു പോയപ്പോൾ നിഴല് വീണവർ സൗഖ്യം പ്രാപിച്ചു. സ്വർഗത്തിന്റെ ശക്തിയാണ്. ഇവിടെ തോമാസ് ശ്ലീഹ വന്നപ്പോഴും സ്വർഗത്തിന്റെ ശക്തി നിഴലിച്ചു. ഈ ശക്തി ഉള്ള വ്യക്തിക്ക് മരണത്തെ പോലും പേടിയില്ല. ആദിമസഭയിലെ പിതാക്കന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് അന്ത്യോക്യയിലെ മെത്രാനായിരുന്നു. അദ്ദേഹത്തെ കൊളോസിയത്തിൽ വന്യമൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുത്ത് കൊല്ലാൻ വേണ്ടി റോമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം സന്തോഷത്തോടെയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് 7 ലേഖനങ്ങൾ എഴുതി. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ 7 ലേഖനങ്ങൾ, ഒരു ലേഖനം റോമാക്കാർക്ക് എഴുതി. ചെറിയൊരു പേടിയുണ്ട്. അവിടെ ചെല്ലുമ്പോൾ റോമിലെ ജനങ്ങൾ തന്നെ ഏതെങ്കിലും ഉടായ്പ കാണിച്ച് രക്ഷിക്കുമെന്ന്. അതുകൊണ്ട് അവർക്ക് മുൻകൂട്ടി എഴുതി, എൻ്റെ മക്കളെ, ഞാൻ കടന്നു വരുമ്പോൾ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. എൻ്റെ ഉപകാരം, വരാൻ പോകുന്ന മഹാഭാഗ്യത്തിൽ തന്നെ തടയരുത്. എന്താ മഹാഭാഗ്യം? പട്ടിണിക്കിട്ടിരിക്കുന്ന വന്യമൃഗങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എറിഞ്ഞു കൊടുക്കപ്പെടുകയും അവയുടെ പല്ലുകൾ കൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് ചവച്ചരയ്ക്കപ്പെടുകയും അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധമായ ഗോതമ്പപ്പമായി തീരുകയും ചെയ്യണം. അതാണ് വരാൻ പോകുന്ന മഹാഭാഗ്യം. ലോറൻസിനെ നമുക്കറിയാം, വിശുദ്ധ ലോറൻസ്. അദ്ദേഹത്തെ ചട്ടിയിലിട്ട് വറക്കുകയായിരുന്നു. ഒരു വശം വെന്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി മറിച്ചിട്ടോളാം. ഇങ്ങനെ ഒരു പറ്റം ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ട്. ജീവനേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിച്ച വ്യക്തികൾ. അതാണ് ധീരത. ജീവനേക്കാൾ അധികമായി ഈശോയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച വ്യക്തികൾ. അവർക്കൊന്നും സുവിശേഷം പ്രസംഗിക്കാതിരിക്കാൻ വയ്യ. സാവൂലിന് മാനസാന്തരം ഉണ്ടായി കഴിഞ്ഞപ്പോൾ സാവൂൾ എന്താ പറയുന്നത്? അവൻ്റെ വലിയ നേട്ടങ്ങളായിട്ട് പറയുന്നത്, 5 പ്രാവശ്യം 39 തവണ അടിയേറ്റത്, കടലിലൂടെ രാത്രിയും പകലും ഇങ്ങനെ ഒഴുകി നടന്നത്, പലവട്ടം മർദ്ദനമേറ്റത്, ഇതെല്ലാം വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് പറയുന്നത്. അതെ, അവരെ ശാസിച്ചു കഴിഞ്ഞാൽ പത്രോസ് യോഹന്നാനും പറയും, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കുന്നതാണ് മെച്ചം. മിണ്ടരുതവന്റെ നാമം എന്ന് പറഞ്ഞിട്ട് യാതൊരു പേടിയുമില്ല. നമുക്ക് ഭാരതത്തിൽ ഇത്തരത്തിലുള്ള ധീരരായ പ്രേക്ഷിതരെയാണ് ആവശ്യം. കണ്ടോ, നമുക്കിന്ന് മാറ്റം വരേണ്ടത്. പലപ്പോഴും സൺഡേ സ്കൂളിൽ സാറുമാരും അച്ഛന്മാരും ഒക്കെ പറയാറുണ്ട്, വെച്ചാൽ ആ ടെക്സ്റ്റ് എല്ലാം മാറണം എന്നും പറയുന്ന ഒരു ചൊല്ലാണ്. ചില നിയമസഭയിൽ ഉറങ്ങിയിരിക്കുന്ന ആൾക്കാർ ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ പറയുന്നൊരു വാചകമുണ്ട്, മന്ത്രി രാജിവെക്കണം. അത് ടെക്സ്റ്റ് എല്ലാം മാറണം. ഇതാണ് നമ്മുടെ സാധാരണ ഒരു വർത്തമാനം. ടെക്സ്റ്റ് എല്ലാം മാറുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഒരു മാറ്റം വരാൻ പോകുന്നില്ല. എൻ്റെ കാരണം എന്നാണ്? മാറേണ്ടത് അച്ഛന്മാരാണ്, സിസ്റ്റേഴ്സാണ്, മാതാപിതാക്കളാണ്, സൺഡേ സ്കൂൾ അധ്യാപകരാണ്. നിങ്ങൾ മാറാതെ, നമ്മൾ മാറാതെ മാറ്റം വരത്തില്ല. കാരണം തമ്പുരാന്റെ ശക്തി കൊണ്ട് നിറയണം. കാരണവന്മാര് നമ്മളെല്ലാം പാഠങ്ങളായി തീരണം. തെളിയച്ചൻ്റെ മനോഹരമായ ഒരു കവിത ഞാൻ പലപ്പോഴും അനുസ്മരിക്കുന്നതാണ്. തെളിയച്ചൻ നമ്മുടെ പൂഞ്ഞാറുകാരനായി മാനുവൽ തെളി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ, ലോകോത്തര സുറിയാനി പണ്ഡിതൻ. അദ്ദേഹം ഇംഗ്ലീഷിലും മലയാളത്തിലും സുറിയാനിയിലും കവിത എഴുതുമായിരുന്നു. ഞങ്ങൾ വലിയ കൂട്ടായിരുന്നു, ഒത്തിരി പ്രായവ്യത്യാസം ഉണ്ടെങ്കിലും. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോഴെല്ലാം ഒരു കുറിപ്പാണ് സമ്മാനമായിട്ട് തരുന്നത്. എല്ലാം മിക്കവാറും ഒരു കവിതയായിരിക്കും. ഒരിക്കലും തന്ന ഒരു കുറിപ്പിനകത്ത് അദ്ദേഹം ഒരു പഴയ പ്രമേയ കവിതയായിട്ട് എഴുതിയിരിക്കുകയാണ്. ഞണ്ടമ്മേന്നാണ് പേര്. കവിതയൊന്ന് കേട്ടോളൂ. ഞൊണ്ടിയാം ഞണ്ടമ്മ നേരെ ഇരുന്നൊരിണ്ടലിൻ്റെ മകൾക്കുണ്ടാസ് നൽകിയാൽ, നേരെ ഇരിക്കടി നേരെ നടക്കടി, ഞണ്ടാതിരിക്കടി വണ്ടി നടക്കാതെ തെണ്ടി നടക്കാതെ, കണ്ട മാളങ്ങൾ കയറി നടക്കാതെ, വേണ്ടാത്ത ചങ്ങാത്ത മുട്ടുമേ വേണ്ടടി, വേണ്ടാത്ത പാട്ടു പഠിക്കാതെ പാടാതെ, വേണ്ടാത്ത പയ്യനെ വീട്ടിൽ വരുത്താതെ, 2 കൊള്ളാതെ 2 കാലും നീട്ടി മുന്നോട്ട് നീങ്ങടി. കൊച്ചന്നാ പറഞ്ഞു, ചുണ്ടിയ മുക്കിൻ മുനയിലിരിക്കുന്ന വണ്ടി ഞൊണ്ടി പെണ്ണു മിണ്ടാതിരുന്നില്ല. അമ്മ ഇതൊക്കെയും ചെയ്തു കാണിക്കുകയിൽ കണ്ടു ഞാനൊക്കെ പഠിച്ചു നടന്നിടാം. അപ്പനിതൊക്കെയും ചെയ്തു കാണിക്കുകയിൽ കണ്ടു ഞാനൊക്കെ പഠിച്ചു നടന്നിടാം. അച്ഛനിതൊക്കെയും ചെയ്തു കാണിക്കുകയിൽ കണ്ടു ഞാനൊക്കെ പഠിച്ചു നടന്നിടാം. കന്യാസ്ത്രീ ഇതൊക്കെ ചെയ്തു കാണിക്കുകയിൽ കണ്ടു ഞാനൊക്കെ പഠിച്ചു നടന്നിടാം. കണ്ടോ, അങ്ങനെ പറയുന്ന ഒരു സമൂഹത്തിന് മുൻപിൽ സുവിശേഷം ഒരു സാക്ഷ്യമായ ജീവിതത്തിലൂടെ പകരുവാനുള്ള വലിയ ഒരു വെല്ലുവിളിയെ നേരിടുവാനുള്ള ധൈര്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിനുള്ള ശക്തി നമുക്ക് ശ്ലീവായാണ്. തോമാസിനെ പള്ളി സ്ഥാപിച്ചിടത്തെല്ലാം ശ്ലീവായുണ്ട്. ശ്ലീവ പ്രഘോഷിക്കുന്നത് കർത്താവിൻ്റെ മരണവും ഉത്ഥാനവുമാണ്, കർത്താവിൻ്റെ വിജയമാണ്. അതുകൊണ്ട് ശ്ലീവ നമ്മുടെ അടയാളമായിട്ട് തീരണം. വന്ദനകൾക്കായി സ്ഥാപിച്ചവിടെ ശ്ലീവായോടെ ആലയവും വേദഗുരുക്കളും ആചാര്യர்களுം ആവാനായ ഒരു നന്മകളും വേദരഹസ്യത്തിൻ്റെ അറിവുകളും പരസമ്മതമായി താൻ നൽകി റബ്ബാനുമായിട്ട് നമ്മളെ ഓർപ്പിക്കുകയാണ്.
അതേ, തോമാസ് ലീഹായുടെ കബറിടത്തിൽ പോലും കണ്ടെത്തിയ ശ്രീവായെക്കുറിച്ച് നമ്മുടെ ഈ പ്രാവശ്യത്തെ കുഞ്ഞുമിശ്രയുടെ എഡിറ്റോറിയലിനകത്ത് ഞാൻ വർത്തമാന പുസ്തകത്തിലെ വർത്തമാന ഗ്രന്ഥകാരൻ പാറയമാക്കലും കരിയാറ്റിയും കൂടി റോമയാത്ര പോകുന്നതിന് മുമ്പാട് അത്ഭുത ശ്രീവായെ വന്ദിച്ച വിവരവും ഈ ശ്രീവായെക്കുറിച്ച് പാറയമാക്കൽ എഴുതുന്ന കാര്യവും ഞാൻ ആ കുറിപ്പിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങളെല്ലാം കുഞ്ഞുമിശ്രി വായിക്കുക. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വിസിറ്റിന് ഞാനിവിടെ വന്നപ്പോൾ വിശ്വാസോത്സവത്തിന് വന്നപ്പോൾ നിങ്ങൾ തോമാസ് ലീഹയെ സംബന്ധിച്ചൊരു മുദ്രാവാക്യം പഠിച്ചിരുന്നു, വേറൊരു മുദ്രാവാക്യം പഠിച്ചിരുന്നു. നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? ഒന്ന് എഴുന്നേറ്റേ, കുട്ടികൾ മാത്രം ഒന്ന് എഴുന്നേറ്റ്. സ്ഥലം പെട്ടെന്നാണ്, നമുക്കിന്ന് സമയമില്ല, എനിക്കും തിരക്കുണ്ട്. ഓക്കെ, ഒന്ന് എഴുന്നേറ്റ്. ആ മുദ്രാവാക്യം ഓർത്തേ, ഞാൻ തുടങ്ങിത്തരാം. പ്രേക്ഷിത ധന്യൻ മാർത്തോമ. ബാക്കി വിളിച്ചോളൂ, പറഞ്ഞോ. പ്രേക്ഷിത ധന്യൻ. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? കുറെ നാളായല്ലേ? ഒരു പ്രാവശ്യം വിളിച്ചോളൂ, പിന്നെ എന്നിട്ട് നിങ്ങൾ പറയണം. പ്രേക്ഷിത ധന്യൻ മാർത്തോമ, ഞങ്ങൾ കേകിയ ദീപശിഖ, വിശ്വാസത്തിൻ ദീപശിഖ, തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഓർക്കുന്നുണ്ടോ? ആർക്കെങ്കിലും പിടിക്കാവോ? സമയമില്ലാത്തതുകൊണ്ട് അല്ലേ ഒന്നോ വിളിച്ചത്? ഇല്ല. മറ്റേ മുദ്രാവാക്യം ഓർക്കുന്നുണ്ടോ? ഒരു ചോദ്യോത്തരമായിട്ടുള്ള 7 പിള്ളേര് മാനവികൾക്ക് പൂരിപ്പിക്കുന്നവര്, അവർ നല്ല മിടുക്കരായിട്ട് ജീവിക്കുന്നത് കണ്ടപ്പോൾ നല്ല കുട്ടികൾ, നല്ല പഠനം, നല്ല പ്രാർത്ഥന, നല്ല പെരുമാറ്റം. അപ്പോൾ ഒരുത്തിന് കമ്പം തോന്നി. അപ്പോൾ അവൻ അവരോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിച്ചേ? ആരാ നിങ്ങളുടെ നേതാവ്? എന്താ മറുപടി? മറന്നുമല്ല അല്ലേ? ഒരു പ്രാവശ്യം അതോട് വിളിച്ചായിരുന്നു, കേട്ടോളൂ. ആരാ നിങ്ങളുടെ നേതാവ്? ഈശോ ഞങ്ങളുടെ നേതാവ്. എന്താ നിങ്ങളുടെ പരിപാടി? പ്രേക്ഷിത വേല പരിപാടി. എന്നാൽ ഞാനും പോരട്ടെ. ചുമ്മാതെ പോരണ്ട. വന്നാൽ നീയും പ്രേക്ഷിതൻ. ഓർക്കുന്നുണ്ടോ? ഗോഡ് ബ്ലെസ് യു. ഷൈബ് സാറിനെ പ്രത്യേകം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സേവനത്തെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. കുറേ കാലമായിട്ട് എനിക്ക് പരിചിതനാണ് അദ്ദേഹം. കുറേ വർഷങ്ങൾക്ക് മുൻപേ ഞാൻ നിങ്ങളുടെ ഈ പള്ളിയിൽ വന്നിട്ടുണ്ട്. രാവിലെ സൂചിപ്പിച്ചതുപോലെ വള്ളിപ്പാലത്തച്ഛൻ്റെ കാലത്ത് വാർഷിക ധ്യാനം നടത്താൻ വന്നതുൾപ്പെടെ ഉള്ള കാര്യങ്ങളെല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട്. നിങ്ങളുടെ ഈ രക്ഷാഭവനടുത്തുള്ള കുരിശുപള്ളിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. രക്ഷാഭവനിൽ വന്ന് വർഷങ്ങളോളം ക്ലാസ് എടുത്തിട്ടുണ്ട്. രക്ഷാഭവനിലെ നമ്മൾ പ്രായം ചെന്ന ആൾക്കാരുടെ വഴിവിട്ടാൻ വന്നിട്ടുണ്ട്. അങ്ങനെയെല്ലാം എനിക്ക് വളരെ പരിചിതമായ ഒരു ദേശമാണ് മണിയംകുളം. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്നു. എന്നെ ഇന്ന് നിങ്ങളോടൊപ്പമായിരിക്കാൻ വിളിച്ച പ്രിയപ്പെട്ട വികാരിച്ചൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അച്ഛൻ സന്തോഷവാനാണ്, ഊർജ്ജസ്വലനാണ്, കത്തി നിൽക്കുന്ന വിളക്കാണ് അല്ലേ? കെട്ടുപോകരുതെന്നാണ് അച്ഛനെ ഓർമ്മിപ്പിക്കുന്നത്. കെട്ടുപോയാൽ പിന്നെ പേര് മാറിപ്പോകല്ലേ? അച്ഛൻ കെട്ടുപോയാൽ നിങ്ങൾ എന്നെ പറയും? കെട്ട അച്ഛൻ എന്ന് പറയേണ്ടി വരും അല്ലേ? ടീച്ചർ കെട്ടുപോയാൽ കെട്ട ടീച്ചർ, കുട്ടി കെട്ടുപോയാൽ കെട്ട കുട്ടി. കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. നമ്മുടെ ഈ ഇന്നത്തെ ഈ സമ്മേളനം നമുക്ക് ഉദ്ഘാടനത്തിനായിട്ട് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതി.